ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് കടക്കുമ്പോൾ കെമിസ്ട്രിയെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. കെമിസ്ട്രിയിൽ ആകെ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ചാപ്റ്ററുകൾ 14 എണ്ണം. കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇലക്ട്രോണുകളെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ 14 ചാപ്റ്ററുകൾ ഉള്ളതിൽ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ദ ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണെന്ന് നമുക്ക് നോക്കാം. ആന്റോയിൻ ലാവോസിയ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ? ആന്റോയിൻ ലാവോസിയ, അദ്ദേഹമാണ് കെമിസ്ട്രിയുടെ പിതാവായിട്ട് അല്ലെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അതിന് കാരണങ്ങൾ കാണുമല്ലോ. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് ദ്രവ്യ സംരക്ഷണ നിയമം. നമ്മൾ കെമിക്കൽ റിയാക്ഷനുകളെ 8ലും 9ലും 10ലും ഒക്കെ ബാലൻസ് ചെയ്യാറില്ലായിരുന്നു. റിയാക്റ്റൻസ് എത്രയാണോ അല്ലെങ്കിൽ അഭികാരകങ്ങൾ എത്രയാണോ അത്രയും തന്നെ ഉൽപ്പന്നങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബാലൻസിങ് വന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നിന്നാണ്, അതായത് ദ്രവ്യ സംരക്ഷണ നിയമം. എന്താ അത്? ദ്രവ്യത്തെ അല്ലെങ്കിൽ മാറ്ററിനെ നമുക്ക് നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ബട്ട് വി ക്യാൻ കൺവേർട്ട് വൺ ഫോം ഇൻ ടു അനദർ. നമുക്ക് അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കാക്കി മാറ്റുവാൻ മാത്രമേ കഴിയൂ. ഒരു പേപ്പർ എടുത്ത് നമ്മൾ കത്തിച്ചാൽ പേപ്പർ നശിച്ചു ഇല്ല. ആ പേപ്പർ കാർബണായിട്ടും അതായത് കരിയായിട്ടും പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും മാറും. അതിവിടെ തന്നെ നിൽക്കും. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് കൊണ്ടുവന്നത് ആന്റോയിൻ ലാവോസിയ എന്ന സയന്റിസ്റ്റ് ആണ്. അത് മാത്രമല്ല, പണ്ട് 30ഓളം എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആന്റോയിൻ ലാവോസിയയുടെ കാലഘട്ടത്തിൽ. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന 30 എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂലകങ്ങൾ കേട്ടിട്ടില്ലേ, എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും അല്ലെങ്കിൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ച വ്യക്തിയാണ്. അതായത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതിൽ ആദ്യമായിട്ട് എലമെന്റ്സിനെ എങ്ങനെ തരംതിരിക്കാം എന്ന് കാണിച്ച വ്യക്തിയും കൂടിയാണ് ആന്റോയിൻ ലാവോസിയ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നു. അടുത്തൊരു കാര്യം, അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അസൂയ മൂത്ത കുറെ ആൾക്കാർ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം വന്ന ഗവൺമെന്റിന്റെ സ്വാധീനത്തിൽ അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ആ കെമിസ്ട്രി എന്ന് പറയുന്നത് വലിയ രസമാണ്. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന മനോഹരമായ ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. നമുക്ക് അതിനകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അതിനകത്ത് ബേസിക് ആയിട്ട് ആദ്യത്തെ ചാപ്റ്ററിൽ ബേസിക് കൺസെപ്റ്റ്സ് എന്നും പറഞ്ഞ് തന്നെയുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള കെമിസ്ട്രിയെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അറ്റോമിക് സ്ട്രക്ചർ. അടുത്തിന്റെ ഘടനയിലെ അതിനെ കുറിച്ച് പഠിക്കണം. അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ആര് കണ്ടുപിടിച്ചു, നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എന്താ അത്? പീരിയോഡിക് ടേബിൾ, നമ്മുടെ ആവർത്തന പട്ടികയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കെമിസ്ട്രി ചാപ്റ്ററും എളുപ്പമാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. എന്ത് കെമിക്കൽ ബോണ്ടിങ്? നമ്മൾ കേട്ടിട്ടില്ലേ, ഹൈഡ്രോജൻ H2 നമ്മൾ എഴുതാറുണ്ടല്ലോ. അതിലെ 2 ഹൈഡ്രോജൻ ആറ്റങ്ങൾ തമ്മിൽ ആരും ഒട്ടിച്ചു വെക്കാറൊന്നുമില്ലല്ലോ. അപ്പോ അവരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് അല്ലെ ബന്ധനത്തെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. പിന്നീട് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ, മാറ്ററിന്റെ ഡിഫറെന്റ് ഫോം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന രീതിയിൽ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. തെർമോഡൈനാമിക്സ്, എനർജി ചേഞ്ചസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുമ്പോൾ എന്തിനാ നമ്മുടെ ഫയർഫ്ലൈ ഇല്ലേ, മിന്നാമിനിങ്, അതിന്റെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടല്ലേ ആ ലൈറ്റ് ഉണ്ടാവണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ കിട്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തെർമോഡൈനാമിക്സ്. പിന്നീട് എക്വിലിബ്രിയം, കെമിക്കൽ എക്വിലിബ്രിയം. എക്വിലിബ്രിയം കേട്ടിട്ടില്ലേ?
നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേ? അതിനെക്കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ടുള്ള ഹൈഡ്രജനെ കുറിച്ചും എസ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചും അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കേട്ടിട്ടുണ്ട്. അതായത് അതിനകത്തൊന്നുമില്ല, ഒരു ശകലവും കൊണ്ട് മാത്രം പഠിക്കണമെന്നുള്ളൂ. പിന്നീട് പി ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ശാസ്ത്രമാണ്, ജീവശാസ്ത്രമല്ല. ഹൈഡ്രോ കാർബൺസ്, അതിൻ്റെയൊക്കെ നോമൻക്ലേച്ചർ, നാമകരണം, പിന്നെ അവരുടെയൊക്കെ കുറച്ച് കെമിക്കൽ റിയാക്ഷനുകൾ, അങ്ങനെയുള്ള പഠിക്കുന്ന 2 ചാപ്റ്ററുകളുണ്ട്. പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മൾ റിഡോക്സ് റിയാക്ഷനെ കേട്ടിട്ടില്ലേ? അത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. റിഡോക്സ് റിയാക്ഷൻ, ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ചു ചേരുന്ന പ്രവർത്തനങ്ങൾ, റിഡോക്സ് റിയാക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, ഒരു സ്റ്റെപ്പ് അപ്പുറത്തോട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ലാസ്റ്റ് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ഇന്ന് സയൻസ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു മേഖല, നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റൽ കെമിസ്ട്രി. പൊല്യൂഷൻ കാരണമാണ് എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇയർ തീരാണ്. 14 ചാപ്റ്റർ ഉണ്ട്, പക്ഷെ ഭയങ്കര രസമാണ്, ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് ഒന്ന് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പറയാം. നമ്മുടെ വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ അച്ഛനും അമ്മയും ഇരിക്കും അല്ലെ? ആ മുറ്റത്ത് കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കും. അതൊന്ന് മനസ്സ് വെച്ചു. അവിടുന്നാണ് നമ്മുടെ കെമിസ്ട്രി തുടങ്ങുന്നത്. ആറ്റം എന്ന കൺസെപ്റ്റിൽ നിന്നും. എന്താ ആറ്റം? ഓക്കെ, ഈ ആറ്റം എന്ന വാക്ക് ഉണ്ടായത് എവിടെ നിന്നാണെന്ന് അറിയാം? ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന് വെച്ചാൽ ഇൻഡിവിസിബിൾ. ഇറ്റ് ഈസ് നോട്ട് ഇൻവിസിബിൾ, ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ കഴിയാത്തത് എന്ന് അർത്ഥം വരുന്നതാണ്. ആറ്റമോസ് എന്ന വാക്കിൽ നിന്നുമാണ് നമ്മുടെ ആറ്റം എന്ന വാക്ക് ഉണ്ടായത്. ഈ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ആറ്റത്തിന്റെ നമ്മുടെ വീട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. നമ്മുടെ അച്ഛനും അമ്മയും റൂമിനുള്ളിലിരിക്കുന്നു, കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നു. ഓക്കെ, അതുപോലെ നമ്മുടെ ആറ്റത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. അതിനെ നമുക്ക് വിളിക്കാം ന്യൂക്ലിയസ്. എന്താ ന്യൂക്ലിയസ് അല്ലെ? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന പാതകളിൽ കൂടി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നു. നമ്മുടെ കുട്ടികൾ മുറ്റത്ത് കിടന്ന് കളിക്കണം മാതിരി, അത്രയും. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടി ഇലക്ട്രോണുകൾ എങ്ങനെ കറങ്ങും. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്കറിയണം. ഇവിടെ നോക്കിയേ, പ്രോട്ടോണിന്റെ ചാർജ് P പോസിറ്റീവ്. ഇനി ന്യൂക്ലിയസിനുള്ളിലുള്ള ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ അറിയാം. ആ വീട്ടിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയല്ല, അഭിപ്രായം ഒന്നും പറയില്ല, അനുസരിക്കത്തില്ലേ? അപ്പോ ന്യൂട്രോൺസ് നോ ചാർജ്. ഇനി കറങ്ങുന്ന ഇലക്ട്രോണുകളോ? അത് പിള്ളേരെ പോലെ അച്ഛൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിനുള്ളിലാണ്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നു. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, നോ ചാർജ്. നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ പോലെ ഒന്നും വേണ്ടില്ല. അടുത്തത് ഇലക്ട്രോൺസ്. അതിന് അച്ഛൻ ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും, പിള്ളേരുടെ സ്വഭാവമാണ്, നെഗറ്റീവ് ചാർജ്. ഇനി നമുക്ക് അറിയേണ്ടത് അറ്റോമിക് നമ്പർ. എന്താ അറ്റോമിക് നമ്പർ? അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം. ഇപ്പൊ ഇഷ്ടംപോലെ എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂലകങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ഭൂമിയിൽ കാണപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, മൂലകങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ നിർമ്മിക്കുന്ന ചില മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് എന്തിന്റെങ്കിലും ബേസിൽ ഒന്ന് പറയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരു ആറ്റത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആറ്റോമിക് നമ്പർ. എന്താ ആറ്റോമിക് നമ്പർ? എന്താണ് ആറ്റോമിക് നമ്പർ? നോക്കിയേ, atomic number, it's a total number of protons present in an atom. ഒരു ആറ്റത്തിലെ
പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഇനി നോക്കിയേ, ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആയി. അപ്പോൾ അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ദാറ്റ് ഈസ് വൈ an atom is electrically neutral. എന്തുകൊണ്ടാണ് ഒരു ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം ഈക്വൽ ആയതുകൊണ്ടാണ്. An atom is electrically neutral because it contains equal number of protons and electrons. മനസ്സിലായല്ലോ? അടുത്ത നമുക്ക് നോക്കേണ്ടത് മാസ് നമ്പറിനെ കുറിച്ച്. മാസ് ഉള്ള ആൾക്കാരാരാ? ന്യൂക്ലിയസുകൾ. അവരുടെ ടോട്ടൽ എണ്ണമാണ് മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ എ. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആ മാസ് നമ്പർ. അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എ എന്ന അക്ഷരമാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ആൻ ആറ്റം. Mass number is the total number of protons and neutrons present in the nucleus of an atom. അല്ലേ? ഇനി നമുക്ക് എങ്ങനെ ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒരു എലമെന്റിന്റെ കൂടെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ കൂടെ നമുക്ക് എഴുതാം. ഓക്കെ, എക്സ് എന്നത് ഒരു മൂലകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഇപ്പോൾ ഹൈഡ്രജൻ ആവാം എക്സിന്റെ സ്ഥാനത്ത്, സോഡിയം ആവാം, പൊട്ടാഷ്യം ആവാം, ഓക്സിജൻ ആവാം, ആരും ആയിക്കോട്ടെ. അയാളുടെ അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡ് താഴെയും ഇസഡ്, ലെഫ്റ്റ് ടോപ്പിൽ നമ്മൾ മാസ് നമ്പറും ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എലമെന്റിന്റെ ലെഫ്റ്റ് ബോട്ടം സൈഡിലായിട്ട് അറ്റോമിക് നമ്പറും ലെഫ്റ്റ് ടോപ്പിലായിട്ട് മാസ് നമ്പറും ഇൻഡിക്കേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോകേണ്ടത്, ഇവിടെ ഒരുപാട് എലമെന്റ്സിനെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവരെയൊക്കെ എങ്ങനെ ആണ് അടുക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആറ്റോമിക് നമ്പർ പഠിച്ചു, മാസ് നമ്പർ പഠിച്ചു. ഇനി നമുക്ക് +1 ഒരു ചാപ്റ്ററിലേക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതായത് ആവർത്തന പട്ടിക നമ്മുടെ എലമെന്റ്സിനെ ഒക്കെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം, ഇപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്ട് 125 കൂടുതൽ എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ 118 എണ്ണമാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിനകത്തൊക്കെയുള്ള പീരിയോഡിക് ടേബിളുള്ളത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് തരം തിരിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്ക് അതറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. കാരണം നമുക്കറിയാം, സ്കൂളിൽ അസംബ്ലിക്ക് കുട്ടികളെ നിർത്തുമല്ലോ. എങ്ങനെയാണ് കുട്ടികളെ നിർത്തണത്? ഹൈറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലേ? ആദ്യം ഏറ്റവും നീളം കുറഞ്ഞ കുട്ടി, അത് കഴിഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ പുസ്തകങ്ങളൊക്കെ അടുക്കി വയ്ക്കാറില്ലേ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? കട്ടി കൂടിയ ബുക്ക് താഴെ വയ്ക്കുന്നു. അപ്പോൾ എല്ലാം അടുക്കി വെക്കണം. അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എലമെന്റ്സിനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ്. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അടുക്കി വെക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം വേണമല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ എലമെന്റ്സിനെ അടുക്കി വെച്ചിരിക്കുക? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അസംബ്ലിക്ക് കുട്ടികളെ നിർത്തിയിരിക്കുന്നത് ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് സമ്മതിച്ചു. ഇവിടെ ഹൈറ്റ് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഒരു എലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായ അറ്റോമിക് നമ്പർ നമുക്ക് എടുക്കാം. ഈ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെന്റ്സിനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരുമല്ലോ, വാട്ട് ഈസ് എ പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഇറ്റ്സ് an arrangement of elements in the increasing order of their atomic number. അതായത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ കൂടി വരുന്നതിനനുസരിച്ചിട്ട് എലമെന്റ്സിനെ
അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ഈസ് an arrangement of elements in the increasing order of their atomic number. അപ്പോൾ അറ്റോമിക് നമ്പറാണ് ഏറ്റവും പ്രത്യേകത, അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത കാര്യം, ഒരു നിയമം ഉണ്ടാവുമല്ലോ എന്തായാലും പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട്. അതിനെ നമുക്ക് വിളിക്കാം പീരിയോഡിക് ലോ. നമുക്കിവിടെ പഠിക്കേണ്ടത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മുടെ ആധുനിക കാലത്തെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ. നമുക്ക് പഠിക്കേണ്ട പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ നിയമം എന്താണ്? മോഡേൺ പീരിയോഡിക് ലോ. എല്ലാ വസ്തുക്കൾക്കും രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഏതൊക്കെയാ? കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും. എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം നിങ്ങൾ നോക്കി, എന്നെ നോക്കി, എൻ്റെ ആ വലിപ്പം, എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ, എൻ്റെ മാസ്, എൻ്റെ നിറം, ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, അല്ലേ? ഒരു തെർമോമീറ്റർ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡി ടെമ്പറേച്ചർ അറിയാം. അതുപോലെ തന്നെ എന്താ നമുക്കൊരു ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ വെയിറ്റ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിറം നമുക്ക് അല്ലാതെ നോക്കരുത്. അപ്പോൾ ഇതിനെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന പ്രത്യേകതകളാണ്. അതിനെ നമുക്ക് വിളിക്കാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. എൻ്റെ ബ്ലഡിലെ അയണിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡിലുള്ള എലമെന്റ്സിന്റെ എണ്ണം, ഇത് കണ്ടുപിടിക്കാൻ പറ്റും? പറ്റത്തില്ല. കണ്ടുപിടിക്കാം, പക്ഷെ എന്ത് നടത്തണം? എക്സ്പെരിമെന്റ്സ് നടത്തണം, അല്ലെ? അപ്പൊ എക്സ്പെരിമെന്റ് നടത്തി മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്ന പ്രോപ്പർട്ടീസിനെ നമുക്ക് വിളിക്കാം കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു വസ്തുവിന് രണ്ട് തരം പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ഈസിലി ഒബ്സർവബിളും, രണ്ടാമത്തത് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നതുമായിട്ട്. അപ്പോൾ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് വിളിക്കാം കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആൻഡ് ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് വിളിക്കാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എലമെന്റ്സിനും ഇത് തന്നെ ഉള്ളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും. പക്ഷെ അത് എന്തനുസരിച്ചിട്ടായിരിക്കും? സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പേഴ്സ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. എന്താ? എലമെന്റ്സിന്റെ ഫിസിക്കലും കെമിക്കലുമായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും അവരുടെ അറ്റോമിക നമ്പർ ആവർത്തിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. മനസ്സിലായല്ലോ? അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ? ഒരുപാട് പ്രാവശ്യം നിങ്ങളിത് കേൾക്കുക. ഒന്ന് പ്രാവശ്യം കേൾക്കുന്നവർ കൂടാതെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ നിങ്ങളിത് കേൾക്കണം. കാരണം നമ്മൾ +1 വരെയല്ലേ, പ്രത്യേകിച്ച് ഉത്തരവാണ്. പിന്നീട് നമുക്കിനി ഇത് കഴിഞ്ഞതിന് ശേഷം, ഓരോ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കണം. അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് നേരിട്ട് തരാം. അപ്പോൾ മനസ്സിലാവാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നീ ഇവിടെ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓൺലൈൻ ക്ലാസ്സിൽ നേരിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ ഒരു പ്രാവശ്യം കേട്ട് നിർത്തരുത് കേട്ടോ, ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ പീരിയോഡിക് ടേബിൾ ഒന്ന് പോയാലോ? നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇറ്റ്സ് an arrangement of elements in the increasing order of their atomic numbers, and the modern periodic law is എന്താ? The chemical and physical properties of elements are the periodic functions of their atomic numbers. അല്ലേ? ഓക്കെ, ഇനി ഞാൻ ദേ ഒരു പീരിയോഡിക് ടേബിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് ആ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കിയാലോ? നോക്കി, ഈ താഴോട്ടുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. താഴോട്ടുള്ള കോളങ്ങൾ 1, 2, 3 തൊട്ട് 12 വരെ 13, 18, അല്ലേ? ഈ 18 വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ നോൺ ആസ് ഗ്രൂപ്പ്സ്. പീരിയോഡിക് ടേബിളിലെ ആ താഴോട്ടുള്ള 18 കോളങ്ങളുണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം പീരിയോഡ്സ്. പീരിയോഡ്സ് എന്താ? നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എത്തുന്നുണ്ടോ നോക്കിയേ. 1, 2, 3, 4, 5, 6,
7. അപ്പോ 7 ഹൊറിസോണ്ടൽ അറോസ്. എന്താ? 7 ഹൊറിസോണ്ടൽ അറോസ്, വിലങ്ങനെയുള്ള നിരകൾ ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ നോൺ ആസ് പീരിയോഡ്സ്. അപ്പൊ അതിനേക്കാൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവരുത് എങ്കിൽ നമ്മൾ ചുമ്മാ അക്ഷരങ്ങളൊന്നും എണ്ണി നോക്കിയേ. പീരിയോഡ്സ് അതാ 1, 2, 3, 4, 5, 6, 7. 7 അക്ഷരമുണ്ട്, അതുകൊണ്ട് തന്നെ അത് 7 ഉള്ളൂ. 7 horizontal rows in the periodic table are known as periods. അപ്പോൾ ഒരെണ്ണം അക്ഷരങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ മറ്റത് 18. ക്ലിയർ ആയില്ലേ? അപ്പോൾ 18 vertical columns in the periodic table are known as groups. 7 horizontal rows in the periodic table are known as periods. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രത്യേകത, ഓരോ ഗ്രൂപ്പിന്റെയും പേരും ആ ഓരോ പീരീഡിന്റെ പേര്, അങ്ങനെയൊക്കെയുള്ള മനോഹരമായ കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം അറിയണം. ഇതിലെ ആദ്യത്തെ എലമെന്റ് ആരാ? ഹൈഡ്രോജനാണ്. കണ്ടോ? എന്താ ഹൈഡ്രോജൻ? ഹൈഡ്രോജൻ എന്ന വാക്കിന്റെ അർത്ഥം, ശരിക്കും ഹൈഡ്രോജനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഹൈഡ്രോജൻ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, ജെൻ മീൻസ് ജനറേറ്റിംഗ് ആണ്, അതായത് ജലം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലാണ് ആ എലമെന്റിനെ നമ്മൾ ഹൈഡ്രോജൻ എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ എലമെന്റ്, യൂണിവേഴ്സൽ എലമെന്റ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെന്റ് ആണ് ഇത്, ഹൈഡ്രോജൻ. സണ്ണിലുണ്ട്, അവിടെ ഹൈഡ്രോജന്റെ ന്യൂക്ലിയസുകൾ ചേർന്ന് ഹീലിയമായി മാറുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ള. ഭൂമിയിലുണ്ട്, നമ്മളിലുണ്ട്, ജീവനുള്ളവയിലെല്ലാം ഉണ്ട്. അല്ലാതെ തന്നെയോ 4/3 ഭാഗത്തോളമുള്ള ജലമിലെ വാട്ടർ, അത് H2O അല്ലേ, അവിടെയുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന എലമെന്റ് ആണ് ആദ്യത്തെ ആള് ഹൈഡ്രോജൻ. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഹൈഡ്രോ മീൻസ് വാട്ടർ, ജെൻ മീൻസ് ജനറേറ്റിംഗ്, വാട്ടർ ഫോമിങ് എലമെന്റ്, ജലം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇനി ആ രണ്ടാമത്തെ ആളിന്, ആദ്യത്തെ പീരീഡിലെ രണ്ടാമത്തെ ആൾ ഇതേ അവിടെയാണ്, ഏറ്റവും വലത്തെ അറ്റമാണ്. അയാളുടെ പേരെന്താ? ഹീലിയം. ഹീലിയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹീലിയസ് എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഗ്രീക്കിലെ സൂര്യദേവനാണ് ഹീലിയസ്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് അടുത്ത രണ്ടാമത്തെ അറ്റോമിക് നമ്പറുള്ള എലമെന്റിന് പേര് നൽകിയിട്ടുള്ളത്. വളരെ രസമാണ്. ഇതിനകത്ത് ഒരുപാട് എലമെന്റ്സിനൊക്കെ പേര് വന്നതൊക്കെ, ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ട്, ഒരുപാട് രാജ്യത്തിന്റെ പേരുണ്ട്, അതുപോലെ ഒരുപാട് സയന്റിസ്റ്റുകളുടെ പേരുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. ആകാശത്തിന്റെ നിറമുണ്ട്, ചില മിത്തുകളുണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളുടെ പേരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എലമെന്റ്സിനൊക്കെ അല്ലെങ്കിൽ ഈ മൂലകങ്ങൾക്കൊക്കെ പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഗ്രൂപ്പും പീരീഡും പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ.